ഷാജി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്നാണ്. ഷാജി, നമസ്കാരം. നമസ്കാരം. അല്ല, ഇത് CPM സംസ്ഥാന കമ്മിറ്റി ഒന്നല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോ പിന്നെ SIT അന്വേഷിച്ചു, പിന്നെ ഹൈക്കോടതി ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വീക്ഷണത്തിൽ അന്വേഷിച്ചു. പല ആവർത്തി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞു, പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തി, ഇന്ന നീക്കങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൽ CPM അല്ല അന്വേഷിച്ചത്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ വിധിയിൽ ഈ ജഡ്ജി പറയാണ്, ഇമ്പോർട്ടൻ്റ് അക്കോർഡിംഗ് ടു ദ പെറ്റീഷണർ ഹി വാസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ 2 crimes on a fine morning solely on the act of retaliation by the government, considering the strong stand taken by him in connection with the entry of women in the sacred Sri Ayyappa temple at Shabarimala a few years back. It is alleged by the petitioner that the petitioner, as Tantri and the guardian of customs and rituals of the sacred temple, had taken a strong stand opposing the entry of women of a particular age group into the sacred premises of Sri Ayyappa temple. The petitioner also had taken a strong stand opposing the stand of the government to oppose the temple to open the temple on all days against religious customs and convictions prevailing in the temple. ഇങ്ങനെ താൻ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ നിന്നതുകൊണ്ടാണ് തനിക്ക് ഈ പ്രശ്നം വന്നത് എന്നാണ് തന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു തെളിവുമില്ലാതെ പിടികൂടുകയാണ് എന്ന് ഇത് പറയുന്നത് സർക്കാരിന് നേരെയല്ലേ ഇയാൾ ചൂണ്ടുന്നത്? അതെ, പറയുന്നേക്ക്. ഞാനത് പറഞ്ഞോട്ടെ, ഇത് തന്ത്രിയുടെ വാദമല്ലേ? തന്ത്രിയുടെ വാദം തന്ത്രി ഇങ്ങനെ പറഞ്ഞില്ലേ? വാദം തന്നെ ഞാൻ പറയുന്നത്, എന്റെ വാദമല്ല. അതെ, തന്ത്രിയല്ലേ. രമേശ് ചെന്നിത്തല ഇരുന്നോണ്ട് പറയുന്നു, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ഒരു സ്വർണ്ണ കേസ് പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കി. അന്നേരം ഉടനെ പിന്നെ പത്രക്കാർ ചോദിച്ചു, പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ വിളിച്ചായിരുന്നോ നിങ്ങളുടെ ഓഫീസിലേക്ക്? അല്ല, ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാളെ പിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. അയാൾ ബോംബെയിലോ ഹൈദരാബാദിലോ എങ്ങാണ്ടാ പിന്നെ പൊങ്ങിയത് എന്നതുപോലെ ഇവിടെ ഇരുന്നോണ്ടങ്ങ് പറയുകയാണ്. തന്ത്രിയാ പറയുന്നേ, തന്ത്രിയെ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ ഇവര് പിന്നെ അപ്പീൽ പോകുമെന്നും പറയുന്നു SIT. അപ്പൊ ഇതെല്ലാം വരട്ടെന്ന്, അവരെ വെറുതെ ഒന്നും വിട്ടിട്ടില്ലല്ലോ. CPM സംസ്ഥാന കമ്മിറ്റി എന്നല്ലല്ലോ പക്ഷേ ഇപ്പൊ ഒരു തെളിവുമില്ല എന്ന് ഈ വിധിയിലുണ്ടല്ലോ. അപ്പീൽ പോകാനായിട്ട് ഇരിക്കുകയല്ലേ, അവരെ തെളിവില്ലാഞ്ഞിട്ടാണോ? പിന്നെ ഇത്രയും നാള് ഡിവിഷൻ ബെഞ്ച് പിന്നെ എല്ലാം തൃപ്തികരമായി എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടത് പൊട്ടന്മാരാണോ? നിങ്ങൾ എന്തിനാ അങ്ങനെയുള്ള വാർത്തകൾ അന്നേരം പറയുന്നേ? അല്ല, ഇത് ഞങ്ങൾ എന്ത് വിശ്വസിക്കണം? അല്ല, അത് ഞാൻ സമ്മതിച്ചു. ഇത് SIT നൽകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വാർത്ത കൊടുത്തിട്ടുണ്ടോ. പക്ഷെ മറ്റൊരു കാര്യം കൊണ്ട് ശ്രീധരൻപിള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നിയന്ത്രിച്ചത് ഞാനാണെന്ന്. അതെ. അത് കാണാതെ പോകരുത്. ഇദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും കൂടെ അന്വേഷിക്കണം. ഇദ്ദേഹത്തിന്റെ അളിയൻ ആരാണെന്ന് അദ്ദേഹം ഭാര്യ സഹോദരൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നാരായണ നമ്പൂതിരി. ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ആലോചിക്കണം. അല്ലാതെ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കാൻ മലയാളികൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല. ഇതിനകത്ത് കാര്യങ്ങളുണ്ട്, തെളിഞ്ഞു വരട്ടെ. തന്ത്രിയൊന്നും വെറുതെ ഒന്നും വിട്ടിട്ടില്ല. ഈ SIT അപ്പീൽ പോകുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. യുവതീ പ്രവേശന സമയത്ത് ശബരിമല നടയടക്കാൻ കണ്ഠരര് രാജീവരോട് നിർദ്ദേശിച്ചത് താനാണെന്ന് പിന്നെ അത് തന്ത്രിയോ അല്ലെങ്കിൽ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നവരോ തള്ളി പറഞ്ഞിട്ടില്ല. PS ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ട് അന്ന്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ തന്ത്രി ശുദ്ധനാണെന്ന് വിശ്വസിക്കാൻ ഒന്നും പിന്നെ അങ്ങ് തൊണ്ടതൊടാതെ വിഴുങ്ങാനൊന്നും നമുക്ക് പറ്റത്തില്ല. SIT എന്ന് പറയുന്നത് പിന്നെ ഹൈക്കോടതിയുടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അന്ന് ആലപ്പുഴ DCC ഭാരവാഹിയായിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ സംഘം നേതാവിന്റെ ആവശ്യപ്രകാരമാണ് തന്ത്രിയോട് സംസാരിച്ചതെന്നും പറഞ്ഞിരുന്നു. അല്ല, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കണം. രണ്ടുപേരും DCC പ്രസിഡന്റും ആയില്ല. ഇപ്പൊ മന്ത്രിയെ പിടിക്കാനാണ്. മന്ത്രിയെ പിടിച്ചൂടായിരുന്നോ പിടിക്കണമെങ്കിൽ? അപ്പൊ മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ അകത്താക്കിയതെന്ന വാദം. പ്രാസവപ്പിച്ച് വർത്താനം പറഞ്ഞാൽ കള്ളം സത്യമായി മാറുമോ? അത് മതിയാവോ? ഏതായാലും പക്ഷേ രക്ഷിക്കാനാണെങ്കിൽ അവിടുന്ന് രക്ഷിച്ചൂടെ? അല്ല, പക്ഷെ ഫലത്തിൽ ഒരു ഈ കീഴ്ക്കോടതി കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി ഒരു തിരിച്ചടി ആയില്ലേ? കാരണം ഒരു കണിക പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. ഇപ്പൊ കോടതി വിധി ചിലപ്പോൾ കീഴ്ക്കോടതി നിശ്ചയിക്കുന്നതായിരിക്കത്തില്ല, അതിന്റെ മേൽക്കോടതിയില്ല. അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്ക് പോവുകയല്ലേ SIT. അവര് കട്ടയം ബോർഡ് മടക്കി വീട്ടിൽ പോകുകയല്ലോ ചെയ്തത്. അവരെ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു. അവരെ നിയന്ത്രിച്ചത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അവര് മണ്ടന്മാരല്ലല്ലോ, അവര് നിയമജ്ഞാനം ഉള്ളവരല്ലേ. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം കൃത്യവുമാണ്.
അപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഒരു കോടതി വിധി കൊണ്ട് അങ്ങനെ തന്ത്രി പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാറായിട്ടില്ല എന്നാണ് വാദം. ഇപ്പോൾ നമ്മുടെ മുൻ പ്രേക്ഷകൻ ഷാജി പറഞ്ഞതും അതാണ്. ശ്രീ ബാലകൃഷ്ണൻ പിള്ള, ശ്രീ ബാലകൃഷ്ണൻ വടകര കേൾക്കാമോ? അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാൻ സമയമായിട്ടില്ല. ഇവരിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. കൂടുതൽ തെളിവുണ്ടെന്ന് SIT വീണ്ടും പറയുന്നുണ്ട്. അതെല്ലാം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. തെളിവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഇടപെടലിനെ സംശയിക്കേണ്ടതുണ്ടോ? യാതൊരു സംശയമില്ല, സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ തന്ത്രിയെ പെട്ടെന്ന് അങ്ങ് കുറ്റവിമുക്തനാക്കണം ആരാവിടെ ആവശ്യപ്പെടുന്നത്? അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിലാണ് ഈ തന്ത്രിയെ കുടിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്ത്രി തന്നെ മോഷണം നടത്തി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനൊരു കളങ്കമായി, അതൊരു ലക്ഷ്യം. പിന്നെ ഇവരിലേക്ക് എത്തുന്നതിനൊരു തടയിടൽ. അപ്പൊ ഇത് പാർട്ടി കമ്മ്യൂണിസ്റ്റ്. പക്ഷേ ഇത് അദ്ദേഹം ഇപ്പോൾ ഷാജി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ, താനാണ് നടയടയ്ക്കാൻ പറഞ്ഞത്. DCC പ്രസിഡന്റ്, DCC ഭാരവാഹിയായിരുന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ നേതാവ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തന്ത്രിയോട് സംസാരിച്ചത്. ആ നേതാവിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അപ്പോൾ കൂട്ടായൊരു നീക്കം, തന്ത്രി ഇങ്ങനെ രാഷ്ട്രീയത്തിന് വിധേയനായി നിൽക്കുന്നു എന്നൊരു ആരോപണവും അവിടെ ഉന്നയിക്കുകയാണ് ഷാജി. അല്ല, അത് BJPയുടെ മേലെ ഏത് ആരോപണം ഉന്നയിക്കുന്നതിന് ഇവർക്ക് യാതൊരു എളുപ്പമില്ലല്ലോ. അത് അവരങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. പാർട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതല്ലല്ലോ സാർ ഇവിടുത്തെ വിഷയം. ഇവരുടെ ആരോപണം ഉന്നയിക്കലിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പേടിയുമില്ല. അവർക്ക് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഭക്തരെ സംബന്ധിച്ച് ഇവരൊരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചത്. കാരണം തന്ത്രി തന്നെ കള്ളനാണ്, അയ്യപ്പന്റെ വിഗ്രഹം കട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വർണം കട്ട് എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനൊരു കളങ്കമേൽപ്പിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അതാണല്ലോ, വിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കുക. വനിതകൾ അവിടെ കയറ്റി ആഹ്ലാദിച്ച വാസുവല്ല ഇപ്പൊ എവിടെയാ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ വലിയ ഉഷാറൊന്നും കാണിക്കണ്ട. പിന്നെ ഇതിന്റെ പേര് നരേന്ദ്രമോദിയാണ് ഇത് ചെയ്തതെന്ന് പറയാത്തത് മഹാഭാഗ്യമുണ്ട്. പിന്നെ പറയാനുള്ളത്, എന്ത് നാടകം കളിച്ചാലും ഇതിനുള്ളവരെ CBI അന്വേഷണത്തിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. അത് തന്ത്രിയാണെങ്കിൽ തന്ത്രി. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സത്യം പുറത്തു കൊണ്ടുവരില്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും SIT എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസമില്ല. ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു അന്വേഷണത്തിലും എന്നെ സംബന്ധിച്ച് ഒരു പൗരൻ നിലക്ക് എനിക്ക് യാതൊരു വിശ്വാസവും. അതിന്റെ മേൽനോട്ടം കോടതിയാണ്, ഹൈക്കോടതിയാണ് വഹിക്കുന്നത്. കോടതി മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സർക്കാരല്ലേ. ഈ സർക്കാരിന്റെ കയ്യിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ അതിനൊന്നും ഒരു വിശ്വാസത്തിൽ എനിക്കില്ല, എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ ഇവര് ഭക്തരെ കബളിപ്പിക്കാൻ വീണ്ടും മെനക്കെടില്ല. ഇപ്പൊ ഒരു വിശ്വാസികൾക്ക് ഒപ്പാന്ന് പറയുന്നത്, വിശ്വാസികൾ ഒരു കാരണവശാലും അത് വിശ്വസിക്കരുത്. ശബരിമലയിൽ സ്ത്രീകളെ കാറ്റി തന്നോ വാസു ഒക്കെ എന്താ പൊട്ടിച്ചിരി. ഇപ്പം വാസു അങ്ങനെ അതൊക്കെ കിടക്കുന്ന എണ്ണുന്നു. അതാണ് സ്ഥിതി. ബാക്കിയുള്ള മന്ത്രി പുങ്കവന്മാരെയും അറസ്റ്റ് ചെയ്യണം ഇതിൽ പങ്കാളികളാണെങ്കിൽ. അതിനാണ് ഞാൻ പറഞ്ഞത് CBI അന്വേഷണം അനിവാര്യമാണ്. അല്ലാതെ ഇതിപ്പോ ED ആയിട്ടാ വന്നതെങ്കിൽ ഇവരെന്താ പറയാ? ED ആണെങ്കിൽ പറയും അപ്പാട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവരത് ചെയ്തിട്ടുണ്ടാവും. ഈ തന്ത്രിയെ കുടിക്കാതായിരിക്കാം എന്ന് പറഞ്ഞ് തന്ത്രി കള്ളങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല. അത് അന്വേഷണം തെളിയട്ടെ. പക്ഷെ സാധ്യതയുണ്ട് സാർ. ഈ സർക്കാർ ആവുമോ? ഈ സർക്കാർ അങ്ങനെ പലരെയും ഉള്ളിലാക്കിയിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലാണല്ലോ ഇവര് പ്രാദേശികമായിട്ട് എവിടെയും ഇവരുടെ ലക്ഷ്യം. അത് ഇനി വിലപ്പോവില്ല, അതിന് വില കുറഞ്ഞു വരികയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.